ഹായ് ഫ്രണ്ട്സ്, ഷിനൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഗീ റൈസ് ആണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. സിമ്പിളായി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അതിനു മുമ്പ് ഷിനൂസ് വേൾഡിൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. അതിനായി ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ 3 സ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 2 സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടായി വന്ന് അതിലേക്ക് ഞാൻ 2 പട്ട, 3 ഗ്രാമ്പു, 3 ഏലക്കായ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുള്ളിൽ പെരുംജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നൈസായി അരിഞ്ഞു വെച്ച സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു സവാള ഇളക്കി കൊടുക്കുക. നന്നായി ഇളക്കി മൂത്ത് വരേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിലേക്ക് നമ്മളൊരു 4 ചീനിമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. നല്ല ഫ്ലേവർ ആയിരിക്കും. ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഒരു നുള്ള് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് മൂത്ത് വന്നാൽ നമുക്ക് അത് കൈമാ റൈസാണ്. അത് ഇട്ട് കൊടുത്തൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ കുതിർത്താനൊന്നും വെച്ചിട്ടില്ല, കഴുകിയിട്ട് അപ്പോഴത്തന്നെ അത് ഊറ്റിയിട്ടുണ്ട്. ഇതൊന്ന് വറുത്തെടുക്കാം നമുക്ക്. ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് അരി ഒന്ന് മുരിഞ്ഞ് വരട്ടെ, വെള്ളമൊക്കെ വറ്റി ഒന്ന് മുരിഞ്ഞ് വരട്ടെ. അങ്ങനെ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ്. ജസ്റ്റ് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം, ട്രൈ ചെയ്ത് നോക്കണം. ഇതിലേക്ക് ഒരു തണ്ട് പുതിന ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല ഇളക്കി കൊടുക്കുക, അതിൻ്റെ ഫ്ലേവറൊക്കെ അതിൽ ഇറങ്ങട്ടെ. അപ്പോൾ അരിയെല്ലാം നല്ല ഒന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കുക. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളമാണ്. 1.5 പാത്രം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പിടാം. നിങ്ങളുടെ ആവശ്യം എങ്ങനെ ആ അളവിൽ നോക്കിയിടുക. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് ഒരു പകുതി നാരങ്ങ പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്, ജ്യൂസ് ഒഴിക്കുന്നുണ്ട്. അരി ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇത് ഈ ടൈമിൽ ഉപ്പൊക്കെ നോക്കുക. ഈ പെരുംജീരകം ഇട്ടാൽ നല്ല മണവും നല്ല ടേസ്റ്റാണ്. ചീനിമുളകിൻ്റെ ഫ്ലേവർ ഉണ്ടാവും. ഇതിലേക്ക് നമുക്ക് ഒരു പകുതി ക്യാരറ്റ് മുറിച്ചിട്ട് കൊടുക്കാം, ഒരു കളറിന് ചേഞ്ചിന്. ക്യാരറ്റ് ഒരു ഇതിന് വേണ്ടി ഇട്ടതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ അത് ഡിപ്പ് ചെയ്യുക. അപ്പം നമുക്ക് മൂടി വെക്കാം. ഒരു 10 മിനിറ്റിനുള്ളിൽ അത് വെന്ത് കിട്ടും. 5 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് തുറന്ന് നോക്കാം. വേണ്ട, ചോറൊക്കെ അടിപൊളിയായി വെന്തിട്ടുണ്ട്. ഇതാ കണ്ട, ഒന്നിനൊന്നും ഒട്ടാതെ അടിപൊളിയായി കിട്ടിയിട്ടുണ്ട്. ആ ചീനിമുളക് ഇട്ട കാരണം നല്ല ഫ്ലേവറാണ്. കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. മുന്തിരി അണ്ടിപ്പരിപ്പും ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഉള്ളി വറുത്തതുണ്ടായിരുന്നു, പൊരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇട്ട് കൊടുത്തു. ഇതൊരു ഡെക്കറേഷനാണ്. കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് മൂടി വെക്കാം. ഇത് ഇറക്കി വെച്ചിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി നോക്കാം. ഇതാണല്ലേ, ചോറ് അടിപൊളിയായിട്ട് വെന്തിട്ടുമുണ്ട്. നല്ല ടേസ്റ്റിയാണ്. പിന്നെ ഒരു ബീഫ് വരട്ടിയതും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയായി. സെർവ് ചെയ്യാം. ഇതാ നല്ല ടേസ്റ്റിയാണ്. നിങ്ങളൊരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കണം. സിമ്പിളായിട്ടുള്ള നെയ്ച്ചോറാണ്. ഇതിൽ ചീനിമുളക് ഞാൻ ഇട്ടത് നല്ല ടേസ്റ്റ് കടിച്ച് കഴിക്കാൻ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ബീഫ് വരട്ടിയതും കൂടി ഇടാം. അടിപൊളിയായിട്ട് കഴിക്കാം. നല്ല ബീഫ് വരട്ടിയതുകൊണ്ട് ചോറും സൂപ്പറായിട്ട് കഴിക്കാം. കൂടെ നമുക്കൊരു ഉള്ളി സലാഡും കൂടി ഇട്ട് കൊടുക്കാം. അടിപൊളിയായിട്ട് കഴിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പ്ലീസ് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ ബൈ.